കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണയെ സിത്താര പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ ഗാഥ പൊട്ടിത്തെറിക്കണേ. മമ്മി ഒന്നും നിർത്തുന്നുണ്ടോ? എനിക്ക് ഉപദേശമൊന്നും കേൾക്കണ്ട. അവൾ 41 ദിവസത്തെ പൂജ പൂർത്തിയാക്കും. എന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരികയും ചെയ്യും. ഈ 41 ദിവസത്തെ പൂജ കൊണ്ട് തന്നെ അവൾ കളരിക്കലുള്ള മുഴുവൻ പേരുടെ മനസ്സ് കീഴടക്കും. എന്തിന് നവീൻ്റെ അടക്കം മനസ്സ് അവൾ കീഴടക്കും. പിന്നീട് അവളായിട്ട് തന്നെ നടത്തിയ ചതിയെല്ലാം വിളിച്ചു പറയുകയും ചെയ്യും. ഞാൻ നടത്തിയ ചതിയല്ല അവൻ അറിഞ്ഞു കഴിയുമ്പോൾ. ഒരു ദരിദ്രവാസിയായിരുന്നാലും കുടുംബത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത അവളെ അവർ മരുമകളായിട്ട് സ്വീകരിക്കുകയും ചെയ്യും. അപ്പം പിന്നെ എൻ്റെ സ്ഥാനം എന്താ? അതുകൊണ്ട് എൻ്റെ ജീവിതം സേഫാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തന്നെയല്ലേ ചെയ്തേ പറ്റുള്ളൂ. അവളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കേണ്ടതെന്ന് എനിക്കറിയാം. അത് ഞാൻ എടുത്തിരിക്കും, ആരെതിർത്താലും ശരി. ഈ കാര്യത്തിൽ മമ്മി പറയുന്ന വാക്കുകൾ ഞാൻ കേൾക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഗാഥ വേഗം തന്നെ അകത്തേക്ക് വിദേശത്തേക്ക് കയറി പോകുവാണ് കേട്ടോ. ഈ സമയം ഇതെല്ലാം കേട്ട് ഞാൻ എടുത്ത് നിൽക്കുവാണ് സിത്താര. എന്തൊക്കെയാണ് അവൾ പറയുന്നത്? എത്ര പറഞ്ഞിട്ടും അവൾ മനസ്സിലാകുന്നില്ലല്ലോ. എനിക്ക് മതിയായി, എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നും ഈ ടെൻഷനും പ്രഷറിൽ കിടന്ന് വേവുകയാണ് ഞാൻ. ഇനിയും എനിക്ക് പ്രഷർ താങ്ങാൻ വയ്യ എന്നും പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുവാണ് സിത്താര. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണനുണ്ടോ. കൃഷ്ണക്കാണെങ്കിൽ വല്ലാത്തൊരു ക്ഷീണവും തളർച്ചയൊക്കെ ആയിട്ട് അവിടെ അവശയായിട്ടിരിക്കുവാണ്. ഈ സമയം കൃഷ്ണക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് സുമിത്ര അങ്ങോട്ടേക്ക് വരുമായിരിക്കും. എന്താ എന്ത് പറ്റുമോളെ? എന്തോ ഒരു വഴിയായിക്കോ പോലെ. അയ്യോ, ചെറിയൊരു പനിക്കോളും ഉണ്ടല്ലോ. അതൊന്നും സാരമില്ല അമ്മേ, ചെറിയൊരു തലവേദനയുണ്ട്, കുറച്ച് നേരം കിടന്നാൽ മതി, അത് മാറിക്കോളും. മോളി ഭക്ഷണം കഴിക്ക്. വേണ്ടമ്മേ, എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ പറയല്ലേ, പനിയുള്ളതല്ലേ. ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം സുമിത്ര പറയണേ, അമ്മേ ഗൗതമോൾക്ക് ചെറിയൊരു പനിക്കോളുണ്ട്. അന്നേരം മുത്തശ്ശി തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. അയ്യോ, നേരാണല്ലോ, സർപ്പക്കാവിലെ ആ സംഭവങ്ങളൊക്കെ കണ്ടതിൻ്റെ ആയിരിക്കും. മോള് പേടിച്ചു പോയോ? അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി. ഹോസ്പിറ്റലിലോ മറ്റോ പോകണോ? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കുറച്ച് നേരം ഒന്ന് കിടന്നാൽ മതി, അപ്പോഴേക്കും മാറിക്കോലും. മുത്തശ്ശി ചെല്ല്. എന്നാൽ ശരി, മോള് കിടന്നോ. അങ്ങനെ കൃഷ്ണ അവിടെ കിടക്കുവാണ്. ഈ സമയം സുമിത്ര പറയുന്നുണ്ട്, ഞാനെന്താണെങ്കിലും മോൾക്ക് വേണ്ടി കൂട്ടിരിക്കാം. അന്നേരം മുത്തശ്ശി പറയുക, അത് വിധിച്ചിട്ടില്ലല്ലോ, പൂജ ചെയ്യുന്ന ആൾ തന്നെ ഇരിക്കണം എന്നല്ലേ തിരുമേനി പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും മോള് കുറച്ച് നേരം ഉറങ്ങട്ടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞൊന്ന് വന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി സുമിത്രൻ അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് നിർമ്മല ഉദയനും കീർത്തിയും കൂടി സംസാരിക്കുന്നതാണ്. നിർമ്മല പറയണേ, ശേ, എന്നാലും അവൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഇന്നത്തോടെ അവളുടെ കഥ കഴിയുമെന്നാണ് വിചാരിച്ചത്. എന്നിട്ടും ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട അവൾ തിരിച്ചു വന്നില്ലേ? അന്നേരം കീർത്തി ചോദിക്കണേ, എന്നാലും അവളുടെ തൊട്ടടുത്തല്ലേ ആ പാമ്പുണ്ടായത്, നമ്മൾ കണ്ടതല്ലേ, പിന്നെ എങ്ങനെയാണ് അവൾ രക്ഷപ്പെട്ടത്? ഇനി മുത്തശ്ശി പറയുന്നത് പോലെ അവൾക്ക് എന്തെങ്കിലും അത്ഭുത സിദ്ധികൾ വല്ലതും ഉണ്ടാകുമോ? അന്നേരം നിർമ്മല ചോദിക്കണേ, അങ്ങനെ അവൾക്ക് അത്ഭുത സിദ്ധികളും കഴിവുകളും ഉണ്ടാകാൻ അവൾ ആരാ? തക്ഷകൻ്റെ മോളോ? അന്നേരം ഉദയം പറയുന്നുണ്ട്, അവളെ കുമ്പിടി. ഞാൻ പറഞ്ഞില്ലേ അവൾ ഡബിളാണെന്ന്. ഞാൻ നേരത്തെ പുറത്ത് നിന്ന് കണ്ട അതേ ഗാഥയാണ് അമ്പലത്തിൽ പിന്നീട് നമ്മൾ ചെത്തപ്പോൾ ഉണ്ടായിരുന്നു. അന്നേരം കീർത്തി പറഞ്ഞേ, അച്ഛനൊന്ന് നിർത്തുന്നുണ്ടോ? ഇവിടെ അവൾ എന്താ പരിക്കാത്തതെന്ന് പറ്റി ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൾ ഡ്രസ്സിനെ കുറിച്ച് മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഉദയം പറയണേ, അല്ല നിങ്ങൾ തന്നെയല്ലേ ആ പാമ്പ് വരാൻ കാരണം? നീ അവിടെ ആ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂക്കൾക്കിടയിൽ മുടി മുറിച്ചിട്ടുണ്ടല്ലേ അനിഷ്ട സംഭവങ്ങളെല്ലാം ഉണ്ടായത്? നല്ല കാര്യമുണ്ടായോ അങ്ങനെയൊക്കെ ചെയ്യാൻ? നിങ്ങളെ ആ പാമ്പ് ഉപദ്രവിക്കാഞ്ഞത് മഹാഭാഗ്യം എന്ന് വേണം കരുതാൻ. അന്നേരം കീർത്തി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ എൻ്റെ മുടി മുറിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ മുടി സംരക്ഷിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പിന്നെ എന്തിനാ ഇതുപോലൊരു കാര്യം ചെയ്യുന്നത്? അതെന്താ സംഭവിച്ചതെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. അതിൻ്റെ പേരിൽ ശിക്ഷ എനിക്കും കിട്ടിയില്ലേ? നാളെ മുതൽ അമ്മയുടെ കൂടെ ഈ വ്രതങ്ങളെല്ലാം ഞാനും കൊടുക്കണമെന്നല്ലേ ആ പൂജാരി കൽപ്പിച്ചിരിക്കുന്നത്. അത് കേട്ടു ഞാൻ പറയണേ, അത് ശരി, അപ്പോൾ അങ്ങനെയാണല്ലേ. അപ്പോൾ പിന്നെ നീ എപ്പോഴും ഉണ്ടാക്കുന്ന ആ കുങ്കുമപ്പൂട്ട ഷെയ്ക്ക് ഇനി 2 ഗ്ലാസ് ഞാൻ തന്നെ കുടിക്കണോ? അത് കേട്ട് നിർമ്മല പറയണേ, ഓ, ഭാര്യയും മോളൂടെ കഷ്ടപ്പെടുമ്പോഴാണ് അങ്ങേരുടെ ഒരു സൗന്ദര്യ സംരക്ഷണം. നിങ്ങളും നാളെ മുതൽ ഞങ്ങൾക്കിപ്പം വ്രതം കൊടുത്താൽ മതി. എൻ്റെ നിർമ്മല, നീ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല, എന്നെ കൂടെ ഒന്ന് വയ്യ വ്രതം എടുക്കാൻ. അന്നേരം നിർമ്മല ചോദിക്കണേ, ഓ, അപ്പോൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ലല്ലേ? ഇല്ല, കുഴപ്പമില്ലേ? കുഴപ്പമുണ്ട്, നീ പറയുന്നതൊന്നും ഞാൻ ചെയ്തോളാം. അത് കേട്ട് കീർത്തി ചിരിക്കുവാണ്. അന്നേരം നിർമ്മല ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ചിരിക്കുന്നത്? അന്നേരം കീർത്തി പറയണേ, ഒന്നുമില്ല അമ്മേ, എൻ്റെ അച്ഛൻ്റെ യോഗ്യത കണ്ട് ചിരിച്ചു പോയതാ. പിന്നീട് കാണിക്കുന്നത് നവീൻ ഗാഥയെ അന്വേഷിച്ച് വരുന്നതാണ്. അന്നേരം സുമിത്ര നവീനെ കാണുക. ആ, നീ എന്താ നവീൻ ഇവിടെ? ഞാൻ ഗാഥയെ അന്വേഷിച്ച് വന്നതാ. ഗാഥ ഇവിടെ? മോളവിടെ കിടക്കുന്നുണ്ട്, മോൾക്ക് ചെറിയൊരു പനിക്കോളുണ്ട്. ഓ, അതെയോ? എന്നിട്ട് അയാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? അമ്മ ചോദിച്ചില്ലേ ഹോസ്പിറ്റലിൽ പോകേണ്ടത്? അന്നേരം സുമിത്ര പറയുവാണ്, അത് പിന്നെ ഈ പൂജയും വ്രതമൊക്കെ എടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ പനി വരുന്നത് സാധാരണയാണ്. മോളും പറഞ്ഞു കുറച്ച് നേരം ഒന്ന് കിടന്നാൽ മതി, മാറിക്കോളുമെന്ന്. അത് കേട്ട് അമ്മ ഇങ്ങ് പോന്നു. ഇതേ, ഇന്ന് സർപ്പക്കാവി നടന്ന കാര്യങ്ങളൊക്കെ അമ്മായി പറഞ്ഞതല്ലേ?
അതിൻ്റെ ഷോക്കിലായിരിക്കും ഗാഥ. അതുകൊണ്ട് തന്നെ ആയിരിക്കും അയാൾക്ക് പെട്ടെന്ന് പനി വന്നത്. അല്ല, ഇന്നലെ ഞാൻ അമ്മക്ക് മുമ്പിൽ പരാതിയായിട്ട് വന്നപ്പോൾ അമ്മ കുട്ടിക്കാലത്ത് എൻ്റെ ഇഞ്ചക്ഷൻ വെക്കാൻ കൊണ്ടുപോയ കഥ പറഞ്ഞിരുന്നല്ലോ. ചെറുതിലെ അമ്മ എന്നോട് പറയാറില്ലേ, പനി വന്നു കഴിഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണമെന്നും. ഹോസ്പിറ്റലിൽ പോകണമെന്ന് നോക്കി. ഗാഥയുടെ കാര്യത്തിൽ എന്താ അതൊന്നും വേണ്ടേ? ഇപ്പോഴും അയാൾക്ക് ഒരു നേരം ഭക്ഷണവും ആ താഴെ തറയിൽ തന്നെ കിടക്കുകയല്ലേ ചെയ്യുന്നത്. അമ്മക്ക് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞൂടെ? ഗാന്ധിജി കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞ് ഈ പൂജ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചൂടെ? അന്നേരം സുമിത്ര പറയണേ, പൂജയുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അമ്മയെ എതിർക്കാനോ അമ്മയോട് തർക്കിക്കാനോ എന്നെ കൊണ്ടാവില്ല. അന്നേരം നവീൻ പറയുവാണ്, ഇതൊന്നും എന്താണെങ്കിലും അധികം നാളെ കണ്ടിരിക്കാനും സഹിക്കാനും എന്നെ കൊണ്ടാവില്ല. ചിലപ്പോൾ എനിക്ക് മുത്തശ്ശിയുടെ വാക്കുകൾ ധിക്കരിക്കേണ്ടി വരും. അയ്യോ നവീൻ, അങ്ങനെയൊന്നും പറയല്ലേ. നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാവരുത്. എന്താണെങ്കിലും ഞാൻ കാതേച്ചെന്ന് കാണട്ടെ. അയാൾക്ക് തീരെ വയ്യെങ്കിൽ ഞാൻ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക തന്നെ ചെയ്യും. അതിന് ഞാൻ എതിർത്താലും. അങ്ങനെ പറഞ്ഞ് നവീൻ അവിടെ നിന്നും പോകുവാണ്. എന്നിട്ട് നേരെ കൃഷ്ണ കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തുവാണ് കേട്ടോ. നവീൻ നേരം കൃഷ്ണയുടെ അരികെ വന്നിരുന്ന് കൃഷ്ണയെ വിളിച്ചെണീപ്പിക്കുവാണ്. ഈ സമയം കൃഷ്ണ പെട്ടെന്ന് നവീനെ കണ്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം നവീൻ പറയണേ, താൻ പേടിക്കണ്ട, തനിക്ക് പനിയാണെന്നറിഞ്ഞു, എങ്ങനെയുണ്ടെന്നൊന്ന് വന്ന് നോക്കാൻ വന്നതാ. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല നവീൻ, ഞാൻ ഭഗവാന് വേണ്ടി വ്രതം എടുക്കുമല്ലേ. ഭഗവാൻ തന്നെ എൻ്റെ പനി മാറ്റിക്കോളും. അന്നേരം നവീൻ പറയണേ, എടോ താൻ വ്രതം എടുക്കാൻ തുടങ്ങിയതിന് ശേഷം എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് വിളിച്ച് പറയുന്നത്? ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട നവീൻ, സാരമില്ല. നവീൻ ബുദ്ധിമുട്ടണ്ട. തൻ്റെ കാര്യം എനിക്ക് ബുദ്ധിമുട്ടാണെന്നാണോ താൻ വിചാരിച്ചത്? ശരി, ഞാനെന്താണെങ്കിലും ബാമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് പുരട്ടിത്തരാം. അങ്ങനെ പറഞ്ഞ് നവീൻ ബാമ്പെടുത്ത് കൃഷ്ണയുടെ നെറ്റിയിൽ പുരട്ടിക്കൊണ്ടു പോകാൻ കേട്ടോ. ഈ സമയം കൃഷ്ണയാണെങ്കിൽ നവീൻ്റെ ആ സ്നേഹവും കരുതലും കണ്ട് നവീനെ തന്നെ ഇങ്ങനെ കണ്ടെടുക്കാതെ നോക്കുവാണ്. ശരി, താൻ കിടന്നു. അങ്ങനെ പറഞ്ഞ് നവീൻ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം കൃഷ്ണ സങ്കടത്തോടെ മനസ്സിലാലോചിക്കുവാണ്, എന്തൊരു സ്നേഹവും നവീനും. നവീനെ പോലെ ഒരു ഭർത്താവിനെ ആരെ കൊതിക്കാത്തത്? ഭഗവാനെ, ഞാൻ ഈ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. ഗാഥക്ക് പകരം മരണമേറ്റു വാങ്ങാനായി വന്നവളാ ഞാൻ എന്ന് പറഞ്ഞ സങ്കടത്തോടെ കണ്ണുകളടച്ച് അവിടെ കിടക്കുവാണ്ടോ ഗാഥ. പിന്നീട് കാണിക്കുന്നത് കുറച്ചു നേരം കഴിയുമ്പോൾ നവീൻ വീണ്ടും അങ്ങോട്ടേക്ക് വരുവാണ്. കയ്യിൽ ചെറിയൊരു പാത്രം ചുക്ക് കാപ്പിയൊക്കെ നവീൻ്റെ കയ്യിലുണ്ടാകും കേട്ടോ. എന്നിട്ട് കൃഷ്ണയുടെ അരികെ വന്നിരിക്കുവാണ്. ഈ സമയം കൃഷ്ണ പെട്ടെന്ന് എണീക്കുന്നുണ്ട്. ദേ, താൻ ഈ ചായ കുടിക്ക്, ചുക്ക് കാപ്പിയാ, പനി പെട്ടെന്ന് മാറും. അയ്യോ നവീൻ, എന്തിനാ ഈ രാത്രി അമ്മയെ വെറുതെ ബുദ്ധിമുട്ടിച്ചത്? ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇത് തനിക്ക് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. നവീനാണോ ഈ ചായ ഉണ്ടാക്കിയത്? അതെ. അങ്ങനെ നവീൻ്റെ കയ്യിൽ നിന്ന് ആ ചുക്ക് കാപ്പി വാങ്ങി സന്തോഷത്തോടെ നവീൻ്റെ കഷ്ടപ്പാടൊക്കെ കണ്ട് മനസ്സിലൊരു ചെറിയ സങ്കടത്തോടു കൂടി കൃഷ്ണ ആ ചായ മുഴുവൻ കുടിക്കുവാണ്. ഇനി പെട്ടെന്ന് തന്നെ തൻ്റെ അസുഖം മാറിക്കോളും, താൻ കിടക്കും. അങ്ങനെ കൃഷ്ണ അവിടെ കിടക്കുവാണ്ടോ. അന്നേരം നവീൻ നനഞ്ഞ തുണിയെടുത്ത് കൃഷ്ണയുടെ നെറ്റിയിൽ കൊണ്ടുപോയിടുവാണ്. എന്നിട്ട് കുറച്ചു നേരം കൃഷ്ണയുടെ അരികിൽ തന്നെ കൃഷ്ണ ഉറങ്ങുന്നത് നോക്കിയിരിക്കുക. പിന്നീട് നവീൻ അവിടെ നിന്നും പോകുന്നുണ്ട്. ആ സമയം കൃഷ്ണ സങ്കടത്തോടെ കണ്ണുകൾ നിറഞ്ഞ് നവീൻ്റെ സ്നേഹത്തെക്കുറിച്ച് തന്നെ ഓർക്കുവാണ്. ഗാഥ ഭാഗ്യം ചെയ്ത കുട്ടിയാ ഇതുപോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുവാണ് കേട്ടോ കൃഷ്ണ. പിന്നീട് കാണിക്കുന്നത് ഗാഥേനെയാണ്. ഗാഥയുടെ ഫ്രണ്ടുമായിട്ട് ഫോണിലൂടെ സംസാരിക്കുകയാണ്. അന്നേരം ആ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, നീ ഹണിമൂണിലാണോ? ഹണിമൂണിലൊന്നുമല്ല, ഞാൻ കരുതിയത് വിവാഹം കഴിഞ്ഞോട്ടന്നെ തന്നെ ഒരു വലിയ ഹണിമൂൺ ട്രിപ്പിലായിരിക്കും നിങ്ങൾ രണ്ടാളും എന്നാ. എന്തു പറ്റി? അതൊക്കെ ഞാൻ പിന്നെ പറയാം. നിനക്ക് ഈ പാമ്പാട്ടികളെ വല്ലതും പരിചയമുണ്ടോ? എന്ന്, പാമ്പാട്ടിയോ? അല്ലെന്താ മോളെ ഇപ്പോൾ അങ്ങനെ ഒരു കേസും? നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിനക്കറിയാലോ, നവീൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഈ അന്ധവിശ്വാസമൊക്കെ പറഞ്ഞു നടക്കുന്നവരാ. അവർക്കിട്ടൊരു പണി കൊടുക്കാനാണ്. ആ വീട്ടിൽ സർപ്പദോഷവും മറ്റും ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ എനിക്കറിയാൻ പരിചയമില്ല. പിന്നെ ഇതുപോലെ ചില ഉടായ്പ കാര്യങ്ങളൊക്കെ ഇടപെടാനുള്ള ഒരുത്തന്നെ എനിക്കറിയാം. ഞാൻ വേണമെങ്കിൽ അവൻ്റെ നമ്പർ തരാം. ആ കൊള്ളാം, അവൻ്റെ നമ്പർ നീ തന്നാൽ മതി, ഞാൻ അവനെ കോൺടാക്ട് ചെയ്തോളാം. എന്നാൽ ശരി, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് കോളി ഒട്ടയുമാണ്. ഈ സമയം എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്ത് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഗാഥേനെയുണ്ടോ കാണിക്കുന്നത്. ആ ഒരു സീനൊക്കെ കാണിച്ച് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.